ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ തന്നെ ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക. പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ആ ഒരു ലൈക്കും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് ഉപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ അധികം ടിപ്പ് കാണിക്കുന്നതും ഉപ്പ് കൊണ്ടുള്ള ടിപ്സുകളാട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാലോ, പൊടിയുപ്പിനേക്കാൾ നല്ലതാണ് കല്ലുപ്പ് അല്ലേ, പൊടിയുപ്പിൽ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ കല്ലുപ്പ് വാങ്ങി പൊടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് കല്ലുപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു കണ്ടെയ്നർ എടുക്കാം കേട്ടോ. ഇതപ്പോൾ കടയിൽ നിന്നൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചാൽ കിട്ടുന്ന ഈ ഒരു കണ്ടെയ്നർ, ചെറിയ കുഞ്ഞു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കണ്ടെയ്നറിലോട്ടേക്ക് ഇതാ കുറച്ച് കല്ലുപ്പ് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലോട്ടേക്ക് കുറച്ച് കൺഫർട്ടും കൂടെ ഒഴിച്ചു കൊടുക്കാം. കൺഫർട്ട് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അടപ്പ് നല്ല രീതിയിൽ തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു അടപ്പിന് ചെറിയ ഹോളും കൂടെ ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കൺഫർട്ടിൻ്റെ സ്മെല്ല് നല്ല രീതിയിൽ തന്നെ പുറത്തോട്ടേക്ക് വരാനായിട്ട് പറ്റും. ഈ ഒരു ഉപ്പിൽ ഇത് കിടന്നിങ്ങനെ അലിയുന്ന സമയത്ത് നല്ല സ്മെല്ലായിരിക്കും പുറത്തോട്ടേക്ക് വരിക. അപ്പോൾ ആ ഒരു സ്മെല്ല് നമുക്ക് പുറത്തോട്ടേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഹോൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇത് നമ്മുടെ ബാത്റൂമിലെ ബാഡ് സ്മെല്ലൊക്കെ പോക്കാനായിട്ട് ബാത്റൂമിൽ ചുമരിൻ്റെ സൈഡിലോ ജനലിൻ്റെ മുകളിലൊക്കെ ഇതേപോലെ ഒന്ന് കൊണ്ടുപോയി വെക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ല് തന്നെ നമുക്ക് ബാത്റൂമിൽ അനുഭവപ്പെടാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ വെക്കുന്ന സമയത്ത് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ബാത്റൂമിൽ മാത്രമല്ല, നമ്മുടെ ഇപ്പം മഴക്കല്ലേ, അപ്പം നമ്മുടെ അകത്തൊക്കെ ഒരു ബാഡ് സ്മെല്ലൊക്കെ കാണും. ഈർപ്പം നിന്നിട്ടുള്ള ആ ഒരു സ്മെല്ലൊക്കെ പോയി കിട്ടാനും ഒക്കെ നമുക്ക് ഇത് ഡൈനിങ് ഹാളിലോ ഏതെങ്കിലും ഒരു മൂലക്ക് ജനലിൻ്റെ സൈഡിലൊക്കെ ഇത് പോയി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് തന്നെ നമുക്ക് അകത്തൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു കോട്ടൻ്റെ തുണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു തുണിയിലോട്ടേക്ക് ഇതാ ഞാൻ കുറച്ച് ഉപ്പ് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കോട്ടൺ തുണി ഇതാ 4 ഭാഗവും ഇതേപോലെ പിടിച്ചിട്ട് ഒരു കിഴി രൂപത്തിലൊന്ന് കെട്ടിയെടുക്കാം കേട്ടോ. ഇതൊരു കിഴി രൂപത്തിൽ ഞാനിവിടെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്ന് ചൂടാക്കാം കേട്ടോ. ഈ ഒരു കിഴി നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് എവിടെയാണോ പെയിൻ ഉള്ളത് ആ ഒരു ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ അമർത്തി കൊടുക്കുക, ചെറിയ ചൂടിൽ കേട്ടോ. നമ്മുടെ സ്കിന്നിൽ തട്ടാവുന്ന അത്രയും ചെറിയ ചൂടിൽ ഈ ഒരു കിഴി ചൂടാക്കിയിട്ട് ഏത് ഭാഗത്താണോ പെയിൻ ഉള്ളത്, നീർക്കെട്ടുള്ളത്, ആ ഒരു ഭാഗത്തൊക്കെ ഈ ഒരു കിഴി ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നീരൊക്കെ കെട്ടിയിട്ടുള്ളതാണെങ്കിൽ വേഗത്തിൽ തന്നെ ആ ഒരു നീര് പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും. വേദനയ്ക്ക് നല്ല ശമനം കിട്ടാനും പറ്റും. ഇപ്പം മഴക്കാലല്ലേ, നല്ല തണുപ്പല്ലേ, തണുപ്പാകുമ്പം നമുക്ക് കാലിന് നീര് വരാം, പെയിന് വരാം, ശരീരവേദനയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു വേദന ഉള്ള ഭാഗത്തൊക്കെ ഈ ഒരു ഉപ്പിൻ്റെ കിഴി ചൂടാക്കിയിട്ട് ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി. വേഗത്തിൽ തന്നെ നമുക്ക് നീര് കെട്ടിയിട്ടുള്ളതാണെങ്കിൽ ആ നീര് പോയി കിട്ടാനും പറ്റും. അതുമാത്രമല്ല വേദനയ്ക്ക് ശമനം കിട്ടാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. ഉപ്പ് വെക്കുന്നത് കൊണ്ട് വേഗത്തിൽ തന്നെ ആ ഒരു നീരെല്ലാം വലിച്ചെടുക്കാനുള്ള കഴിവ് ഈ ഒരു ഉപ്പിനുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കണേ. അതേപോലെ തന്നെ നമ്മുടെ കാലിൽ എന്തെങ്കിലും വീണൊക്കെ കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ നീര് കെട്ടി വീർത്ത് വരും. അപ്പോൾ വേഗം തന്നെ കല്ലുപ്പ് കുറച്ച് ആ ഒരു വീണ ഭാഗത്തൊന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ ഫ്രീസറിൽ എന്നും നമ്മൾ ഫ്രിഡ്ജ് ഓണാണല്ലോ. അപ്പോൾ ഫ്രീസറിൽ ഇങ്ങനെ ഐസൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിട്ട് മഞ്ഞ് മല പോലെ കെട്ടിക്കിടക്കും. ഇപ്പോൾ ഈ ഒരു ഫ്രീസറിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്രീസറിലെ ഐസ് മഞ്ഞ് പോലെ കട്ട കെട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു അരിപ്പയിലോട്ടേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ അരിപ്പ വെച്ചിട്ട് ഒന്ന് വിതറി ഇതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫ്രീസറിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു പൊടിപ്പ് എത്തിക്കിട്ടാനായിട്ട് പറ്റും. ഇങ്ങനെ ഉപ്പിൻ്റെ അംശം ഫ്രീസറിൽ ഉള്ളത് കാരണം ഒരിക്കലും ഐസ് കെട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. ഇനി ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതാ ഞാനൊരു ഗ്ലാസ്സിലും ഒരു കണ്ടെയ്നറിലും ഇതേപോലെ ചെറിയ ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതൽ ചൂടില്ല, ചെറിയ ചൂടുള്ള വെള്ളം. ഇനി നമുക്ക് ഈ ഒരു ഗ്ലാസ്സിലും ഈ ഒരു കണ്ടെയ്നറിലും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, 2 കേട്ടോ. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉപ്പെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടിപ്പോൾ ഞാനിതാ ഈ ഒരു കണ്ടെയ്നറിലോട്ടേക്ക് ഇട്ട് വെക്കാൻ പോകുന്നത് നമ്മൾ പാത്രമൊക്കെ തേക്കുന്ന സ്ക്രബ്ബറാട്ടോ. ഈ ഒരു സ്ക്രബ്ബർ നമ്മൾ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മുടെ കിച്ചണിൽ
ജോലികളൊക്കെ കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഇതേപോലെ വെക്കാം. ഒരുപാട് ജേംസും അഴുക്കും അണുക്കളൊക്കെ ഉണ്ടാവും ഈ ഒരു സ്ക്രബ്ബറിൻ്റെ മുകളിൽ. അതെല്ലാം നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും. അതേപോലെ നമ്മൾ പല്ല് തേക്കുന്ന ടൂത്ത് ബ്രഷും ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിലും ചെയ്ത് വെക്കട്ടോ. ഈ ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ കല്ലുപ്പിട്ടതിന് ശേഷം ഈ ഒരു ബ്രഷിൻ്റെ തലഭാഗം ഇതേപോലെ ഒന്ന് കുത്തി വെക്കാം. ഇങ്ങനെ വെക്കുന്നത് കാരണം അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ജേംസും അണുക്കളൊക്കെ ചത്തുപോകാനായിട്ട് പറ്റും ചെയ്യും. നമ്മൾ വായിലൊക്കെ ഇട്ട് പല്ലേക്കുന്നതല്ലേ, നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഇതാ സിങ്കിൽ ഇങ്ങനെ പല്ലിയൊക്കെ വീണ് കിടക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ രാത്രി ജോലികളൊക്കെ കഴിഞ്ഞ് രാവിലെ കിച്ചണിലോട്ടേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സിങ്കിൽ കണ്ടില്ലേ, ഈ ഒരു സീവിൻ്റെ ഉള്ളിൽ കൂടെ പല്ലി, പാറ്റ, പഴുതാരൊക്കെ ഈ ഒരു സിങ്കിൽ വീണ് കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, രാത്രിയിൽ നമ്മൾ കിടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇതേപോലെ കുറച്ച് കല്ലുപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഈ ഒരു സീവിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ ഇട്ട് വെക്കാം. എന്നാൽ ഒരിക്കലും ഈ ഒരു സീവിൻ്റെ ഉള്ളിലൂടെ വരുന്ന ചെറിയ തരം പ്രാണികളെ, ജന്തുക്കളെയും നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഇതാ നമ്മൾ ഇതേപോലെ സോസോ അതേപോലെ മയോണൈസൊക്കെ കടയിൽ നിന്നും വാങ്ങിക്കുന്ന ഈ ഒരു പാക്കറ്റ് ഉണ്ടെങ്കിൽ ഇനി ആരും ഒഴിവാക്കണ്ട കേട്ടോ. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് ഉണ്ട് ഇത് വെച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു പാക്കറ്റിൽ ഞാൻ കുറച്ച് വെള്ളം നിറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അടപ്പ് വെച്ചിട്ട് ഫ്രീസറിൽ വെക്കുക കേട്ടോ. ഫ്രിഡ്ജ് എപ്പോഴും ഓണാണല്ലോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഫ്രീസറിൽ വെക്കുക. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഐസാക്കി എടുക്കുക കേട്ടോ. ഐസാക്കിയതിന് ശേഷം നമുക്ക് പെയിനുള്ള ഭാഗങ്ങളിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ചിലവർക്ക് നമ്മൾ രാത്രി കിടന്നു കഴിഞ്ഞാൽ രാവിലെ എണീക്കുന്ന സമയത്ത് പെടലി വേദന ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഒരു ഐസ് ക്യൂബ് നമ്മുടെ ഏത് ഭാഗത്താണോ നമുക്ക് വേദന ഉള്ളത് ആ ഭാഗത്തൊക്കെ ഇതേപോലെ ഒന്ന് അമർത്തി ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ ആ ഒരു വേദനയ്ക്ക് നമുക്ക് ആശ്വാസം കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം. അതേപോലെ നമ്മുടെ വീട്ടിൽ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവർ തലയടിച്ച് നെറ്റിയടിച്ചൊക്കെ വീകുന്ന സമയങ്ങളിലും ഇതേപോലെ ഇങ്ങനത്തെ ഒരു ഐസ് ബാഗ് ഉണ്ടെങ്കിൽ ആ ഒരു വീണ ഭാഗത്ത് ഇതേപോലെ ഒന്ന് അമർത്തി ഇങ്ങനെ വെച്ചു കൊടുത്താൽ വീണ ആ ഒരു നെറ്റിയൊക്കെ ആണെങ്കിൽ മുഴച്ച് പോവാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിനൊക്കെ ശമനം കിട്ടാനായിട്ട് പറ്റും. അതേപോലെ ചിലർക്ക് കൊതുക് കടിച്ചാലൊക്കെ വീർത്ത് വരില്ല, ആ ഒരു വീർക്കലൊക്കെ നമുക്ക് പോയി കിട്ടാൻ പറ്റും ഈ ഒരു ഐസ് ബാഗ് ഇങ്ങനെ അമർത്തി വെക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. ഇനി ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് കവർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ കിട്ടുന്ന ഈ ഒരു കീസ് ഇനി ആരും ഒഴിവാക്കണ്ട കേട്ടോ. നല്ല കീസൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയോട് കൂടിയിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക കേട്ടോ. ഇങ്ങനെ മടക്കിയതിന് ശേഷം താഴ്ഭാഗത്ത് നിന്നും ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു സമൂസൻ്റെ ആകൃതിയിൽ ഇതേപോലെ ഈ ഒരു കൂർപ്പ് ഭാഗം ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇങ്ങനെ മടക്കിയതിന് ശേഷം ഈ ഒരു അറ്റഭാഗം ഈ ഒരു മടക്കിൻ്റെ ഉള്ളിലോട്ടേക്കാക്കിയിട്ട് ഇതേപോലെ ഒന്ന് തിരികെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കവറുകളൊക്കെ വെക്കുന്ന സമയത്ത് കുഞ്ഞു സ്പേസിലും നമുക്ക് ഒരുപാട് കവറുകൾ വെക്കാനായിട്ട് പറ്റും ചെയ്യും. അതുമാത്രമല്ല നല്ല വൃത്തിയുള്ള കവറുകൾ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലും നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി കവർ തിരഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല വൃത്തിയുള്ള കവറുകൾ നമുക്ക് ഉപകാരപ്പെടാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ വെക്കുന്ന സമയത്ത് കേട്ടോ. ചെറിയ കണ്ടെയ്നറിലൊക്കെ ആക്കി അടച്ച് വെച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം ഈ ഒരു കവർ എടുക്കാനായിട്ട് പറ്റും. നല്ല വൃത്തിയോട് കൂടിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ കിച്ചണിൽ ജോലികളൊക്കെ കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റോവിൻ്റെ കോലം ഈ ഒരു രീതിയിലായിരിക്കട്ടെ. ഈ ഒരു രീതിയിലായിരിക്കും അല്ലേ. നമ്മൾ മീൻ വറുത്തതും ചോറ് വെക്കുന്ന സമയത്തൊക്കെ ഇതിലേക്ക് തെറിച്ചതും മെഴുക്കും എല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, കുറച്ച് പൗഡർ, നമ്മൾ എക്സ്പയറി ഡേറ്റ് ആയിട്ടുള്ള പൗഡറൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. ഇതേപോലെ നമ്മൾ ഈ ഒരു പൗഡർ തുടയ്ക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലുമാണ് നമ്മൾ കിച്ചണിലോട്ടേക്ക് വരുന്ന സമയത്ത്. അതുമാത്രമല്ല ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലുള്ള എല്ലാ മെഴുക്കും നമുക്ക് പെട്ടെന്ന് തന്നെ പോയി കിട്ടാനായിട്ട് പറ്റും ഇതേപോലെ നമ്മൾ പൗഡർ വെച്ചിട്ട് തുടയ്ക്കുന്ന സമയത്ത് കേട്ടോ.
അപ്പോൾ നമുക്ക് ഇത് തുടച്ചെടുക്കാനായിട്ട് ഡിഷ് വാഷോ സോപ്പും പൊടിയോ സോപ്പോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പൗഡർ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തുടച്ചു കഴിഞ്ഞാൽ നമ്മൾ കിച്ചണിലോട്ടേക്ക് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും ചെയ്യും. അതുമാത്രമല്ല നമുക്ക് ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പൊക്കെ നല്ല ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ്. അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.